ഏകദേശം 40 വർഷത്തിനു ശേഷം കിഴക്കൻ ടെക്സാസിൽ കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം ഫോറൻസിക് DNA വിശകലനത്തിലൂടെ കാണാതായ ആർലിംഗ്ടൺ സ്ത്രീയാണെന്ന് DNA ഡോ പ്രോജക്റ്റ് പ്രകാരം തിരിച്ചറിഞ്ഞു. ടെക്സാസ് പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പ്രാദേശിക നിയമപാലകരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും DNA ഡോ പ്രോജക്റ്റിന്റെയും സഹകരണത്തോടെ മുൻ ജെയിൻ ഡോയെ സിഡ്നി ജിനാക്രോ എന്ന വിജയകരമായി തിരിച്ചറിഞ്ഞതായി ബുധനാഴ്ച ഒരു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മരണകാരണം വ്യക്തമല്ല. 1985 ഒക്ടോബറിൽ സ്മിത്ത് കൗണ്ടിയിൽ ഇന്റർസ്റ്റേറ്റ് 20 തെക്ക് ഭാഗത്ത് ബ്രഷ് കൊണ്ട് പൊതിഞ്ഞ ഒരു ഗല്ലിയിൽ ഒരു ഹൈവേ മൂവിംഗ് ക്രൂ മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അവശിഷ്ടങ്ങൾക്കൊപ്പം തിരിച്ചറിയൽ രേഖകളൊന്നും കണ്ടെത്തിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്ത്രീയുടെ അവശിഷ്ടങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ചതാണെന്നും കണ്ടെത്തുന്നതിന് മുൻപ് 12 മുതൽ 15 മാസം വരെ ഗള്ളിയിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. 2021 സ്മിത്ത് കൗണ്ടി ഷെരീഫിന്റെ ഓഫീസിലെ അന്വേഷകർ അന്വേഷണാത്മക ജനിതക വംശാവലിയിലൂടെ സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനായി DNA ഡോ പ്രൊജക്റ്റിലേക്ക് കേസ് കൊണ്ടുവന്നു. ഡാളസിലെ ക്രൈം ഫോറൻസിക് ലബോറട്ടറിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ഫോറൻസിക് വിലയിരുത്തലിൽ അവശിഷ്ടങ്ങൾ ഏകദേശം 20-25 വയസ്സ് പ്രായമുള്ള ഒരു വെളുത്ത സ്ത്രീയുടെ ചുവന്ന തവിട്ട് നിറമുള്ള മുടിയുള്ള പോണിടെയിലിൽ കെട്ടിയതാണെന്ന് നിഗമനം ചെയ്തു. അവരുടെ ഉയരവും ഭാരവും അവർ കണക്കാക്കി. GED മാച്ച് പ്രോ, FTDNA എന്നിവയിലെ ഡാറ്റാബേസുകളിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു DNA പ്രൊഫൈൽ നിർമ്മിക്കാൻ സ്പെഷ്യാലിറ്റി ലാബുകളുമായി ചേർന്ന് പ്രവർത്തിച്ചതായി DNA ഡോ പ്രോജക്റ്റ് പറഞ്ഞു. പ്രൊഫൈൽ വിശകലനം ചെയ്യുന്നതിനും സ്ത്രീയുടെ കുടുംബ ട്രീ നിർമ്മിക്കുന്നതിനുമായി 15 അന്വേഷണാത്മക ജനിതക വംശശാസ്ത്രജ്ഞർ സന്നദ്ധ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ഒരു സംഘം 2023 ഒക്ടോബറിലെ ഒരു വാരാന്ത്യത്തിൽ ഒത്തുകൂടി. മണിക്കൂറുകൾക്കുള്ളിൽ അവർ സിഡ്നി ക്രോയുടെ ശാഖ കണ്ടെത്തി. 1985 ശേഷം അവളുടെ ജീവിതത്തിന്റെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് റിലീസിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു മികച്ച മത്സരം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിച്ചു എന്ന് ടീം ലീഡർ റോണ്ട കെവോർക്കിയൻ പ്രകാശനത്തിൽ പറഞ്ഞു. ആ മികച്ച മത്സരം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന് കൂടുതൽ സമയമെടുക്കുമായിരുന്നു. സാധ്യമായ കുടുംബാംഗങ്ങളിൽ നിന്നാണ് DNA ശേഖരിച്ചത്. UNT ഫോർട്ട് വർത്തിൽ തെളിവുകൾ പരിശോധിച്ച് സിഡ്നി ജിനാക്രോ എന്ന് തിരിച്ചറിഞ്ഞു. അവൾ വിവാഹിതയായിരുന്നു. 1984 ജൂലൈയിൽ ഒരു മകളുണ്ടായി. അവളുടെ അവസാന വിലാസം ആർലിംഗ്ടണിൽ ലിസ്റ്റ് ചെയ്തു. ശരിയായ ശവസംസ്കാരം ലഭിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് സ്മിത്ത് പറഞ്ഞു. സ്ത്രീയുടെ ഭർത്താവ് ഇപ്പോൾ മരിച്ചു. മകൾ അലബാമയിൽ താമസിക്കുകയാണ്.